ഇപ്പോൾ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് ഇപ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് വരുന്ന കൺഫ്യൂഷൻ ഇതാണ്, നമുക്ക് ഏത് ബഡ്ജറ്റാണ് ആപ്ലിക്കബിൾ, അപ്പോൾ നമുക്കിത് ആപ്ലിക്കബിൾ ആണോ അല്ലേ എന്നൊക്കെ ഉള്ളത്. എപ്പോഴും മനസ്സിലാക്കുക, നമ്മളെ CNRE എക്സാമിനേഷൻ 3 പരീക്ഷയാണല്ലോ. ഒരു മെയ്യിൽ ഒരു പരീക്ഷ, പിന്നെ അത് കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ ഒരു പരീക്ഷ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ജനുവരിയിലൊരു പരീക്ഷ. അപ്പോൾ ഇങ്ങനെ 3 പരീക്ഷയാണല്ലോ, ജനുവരി, മെയ്, സെപ്റ്റംബർ 3 എക്സാമാണ്. ഈ 3 എക്സാമിനേഷന് ഒരു ബഡ്ജറ്റാണ് ആപ്ലിക്കബിൾ. അതായത് ഇപ്പം അവതരിപ്പിച്ചിരിക്കുന്ന 2025 ബഡ്ജറ്റ് ആപ്ലിക്കബിൾ ആകുന്നത് 2026 മെയ്, 2026 സെപ്റ്റംബർ ആൻഡ് 2027 ജനുവരി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കാണ് ഇപ്പോൾ അവതരിപ്പിച്ച 2025 ബഡ്ജറ്റ് ആപ്ലിക്കബിൾ ആവുക. അതല്ല ഈ വരുന്ന കമ്മിങ് മെയ് 25, അതുപോലെ സെപ്റ്റംബർ 2025, അതുപോലെ ജനുവരി 2026, ഈ 3 പരീക്ഷകൾക്ക് ആപ്ലിക്കബിൾ ആകുന്നത് ഓൾറെഡി ബഡ്ജറ്റായി ആക്റ്റായി കഴിഞ്ഞ 2024 2024 ഫൈനാൻസ് ആക്റ്റാണ് ആപ്ലിക്കബിൾ ആവുക. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, നമ്മൾ ഒരു തവണ പഠിക്കുന്ന ഇത് വെച്ചിട്ട് 3 പരീക്ഷ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. കാരണം അത് കഴിയുമ്പോൾ അമെൻമെൻറ്റ്സ് വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും പഠിച്ച കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യണം. മുഴുവൻ ചേഞ്ച് വരുന്നില്ല എങ്കിലും ഒരു 20 to 30% കാര്യങ്ങളിൽ ചേഞ്ച് വരും. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ പേപ്പർ എവർ ചേഞ്ചിങ് ആണ്. എവറി ഇയർ ദെയർ വിൽ ബി അമെൻമെൻറ്റ്സ്. ഒരു ബഡ്ജറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന വെച്ചിട്ട് 3 പരീക്ഷ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ജനുവരി 2026 പരീക്ഷ എഴുതാൻ പോകുന്ന നമ്മൾ പഠിക്കുന്നത് 2024 ഫൈനാൻസ് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അത് കഴിയുമ്പോൾ, അതായത് മെയ് 2026 മുതൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള 3 പരീക്ഷയ്ക്ക് 2025 പുതിയ ഫൈനാൻസ് ആക്ടാണ് ആപ്ലിക്കബിൾ ആവുക.